നെഞ്ചിടിപ്പും നാടകീയതയ്ക്കും എല്ലാം ഒടുവിൽ പാലാ നഗരസഭയ്ക്ക് നാഥനായി ഇനി ജെൻസി ചെയർപേഴ്സൺ. പാലാ നഗരസഭയുടെ ചെയർപേഴ്സണായി ദിയാബിനു പുളിക്കണ്ടം സ്ഥാനമേറ്റു. 21കാരി ദിയാബിനു രാജ്യത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗര മാതാവാണ്. പാലാ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ദിയാബിനു പുളിക്കണ്ടം എത്തുമ്പോൾ പാലാ നഗരവും ചെറുപ്പമാവുകയാണ്. അടിസ്ഥാന വികസനത്തിൽ ഊന്നിയുള്ള മാർഗരേഖകളുമായാണ് ചുമതലയേൽക്കുന്നതെന്ന് ദിയാബിനു പുളിക്കണ്ടം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അച്ഛൻ ബിനു പുളിക്കണ്ടവും അച്ഛന്റെ സഹോദരൻ ബിജു പുളിക്കണ്ടവും സഞ്ചരിച്ച അതേ രാഷ്ട്രീയ പാതയിൽ പിന്തുടർന്ന് ദിയ മുന്നോട്ട് പോകുമ്പോൾ പുളിക്കണ്ടം കുടുംബത്തിന് ഇതൊരു മധുര പ്രതികാരം കൂടിയാണെന്ന് വേണം പറയാൻ. 2023 യാതൊരു കാരണവും കൂടാതെ ജോസ് കെ മാണി തട്ടിപ്പറിച്ച തന്റെ നഗരസഭാ അധ്യക്ഷ സ്ഥാനമാണ് ബിനു പുളിക്കണ്ടം മകളിലൂടെ തിരികെ നേടിയത്. ഒരു കുടുംബത്തിലെ 3 പേർ സ്വതന്ത്രരായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയപ്പോൾ പലരും തോക്കുമെന്ന് വിധി എഴുതിയിരുന്നു. എന്നാൽ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത ഈ വിജയത്തിന് പിന്നിൽ തങ്ങൾ നേരിട്ട വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കുമുള്ള മറുപടിയുണ്ട്. സ്വതന്ത്രയായി മത്സരിക്കണമെന്ന അച്ഛൻ ബിനു പുളിക്കണ്ടത്തിന്റെ ആവശ്യത്തെ ഒട്ടും ആശങ്കപ്പെടാതെ സ്വീകരിച്ചുകൊണ്ടാണ് BA എക്കണോമിക്സ് ബിരുദധാരിയായ ദിയ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം ദൃഢതയുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ പാലാ നഗരസഭയിലെ 15ാം വാർഡിലെ വോട്ടർമാർ നൽകിയത് 131 വോട്ടിന്റെ ഭൂരിപക്ഷം. ഒരു നാട് യുവത്വത്തിലർപ്പിച്ച വിശ്വാസത്തിന് ദീർഘവീക്ഷണമുള്ള വികസന കാഴ്ചപ്പാടുകളാണ് ദിയയുടെ വിജയവും നഗരസഭയുടെ അധ്യക്ഷ പദവിയും. ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്ന പാലാ നഗരസഭയിൽ സ്വതന്ത്രരായി മത്സരിച്ച വിജയം നേടിയ പുളിക്കണ്ടം കുടുംബം മുന്നോട്ട് വെച്ച ഒരേ ഒരു കാര്യം ദിയാബിനുവിനെ ചെയർപേഴ്സൺ ആക്കണം എന്നതായിരുന്നു. പാലാ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ദിയയ്ക്ക് പരിപൂർണ പിന്തുണയുമായി അച്ഛൻ ബിനു പുളിക്കണ്ടവും അച്ഛന്റെ സഹോദരൻ ബിജു പുളിക്കണ്ടവും കൂടെയുണ്ട്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ ദിയ ചെയർപേഴ്സൺ സ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെ തുടർ വിദ്യാഭ്യാസം നടത്താനുള്ള തീരുമാനത്തിലാണ്. നഗരത്തിന്റെ അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകിയുള്ളതാവും തന്റെ പ്രവർത്തനമെന്ന് ദിയ വ്യക്തമാക്കിയിരുന്നു.